ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ പരിശോധിക്കുമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ മീഡിയ വണിനോട്. ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലെ അജണ്ട പരിശോധിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. അത് ഞാനത് കേട്ടിട്ടുണ്ട്. അത് നമ്മൾ നോക്കാം. അത് എന്താണ് അതിൽ സത്യം, എന്താണ് പ്രോപ്പഗാൻഡ, എന്താണെന്ന് നമ്മൾ നോക്കാം. ഇന്ന് ക്രിസ്മസ് ആണ്. അതിനെക്കുറിച്ച് എല്ലാവർക്കും ഞാൻ മെരി ക്രിസ്മസ് വിഷ് ചെയ്യുന്നു. സജു, നിലവിലെ പ്രശ്നങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? നജ്മ, അതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണത്തിനും അദ്ദേഹം തയ്യാറായിരുന്നില്ല. ചടങ്ങിൽ പങ്കെടുത്ത് അദ്ദേഹം കേരളത്തിലേക്ക് ഇന്ന് വൈകിട്ട് മടങ്ങുകയാണ്. അതിനിടയിലാണ് നമ്മുടെ അദ്ദേഹം അല്പനേരം പ്രതികരണം നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഇത്തരം ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ എന്താണ് ബി.ജെ.പിയുടെ നിലപാട്, അല്ലെങ്കിൽ അവർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് പരിശോധിക്കും, അതിന് പിന്നിൽ എന്തെങ്കിലും പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും അജണ്ട ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളും നേർന്ന് അദ്ദേഹം മടങ്ങി പോവുകയായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾക്കെതിരെ പോലും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടക്കുകയാണ്. പുരോഹിതർക്കെതിരെ, അതോടൊപ്പം തന്നെ പാസ്റ്റർമാർക്കെതിരെ, ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കെതിരെ ദേവാലയത്തിൽ പോലും സംഘപരിവാർ സംഘടനകൾ കയറി വലിയ തോതിൽ അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിനകത്ത് യാതൊരു പ്രതികരണവുമില്ല, അല്ലെങ്കിൽ പരിശോധിക്കാമെന്നുള്ള മറുപടി മാത്രമായിരുന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ബി.ജെ.പിയുടെ നേതാക്കൾക്ക് പറയാനുള്ളത് എന്നുള്ള കാര്യത്തിൽ പോലും അദ്ദേഹത്തിനൊരു മറുപടി ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നജ്മ, സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.